കോൺഗ്രസിൽ നിന്ന് എംഎൽഎയും എംപിയും എല്ലാം ബിജെപിയിലേക്ക് പോകുമെന്ന വാർത്ത സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഒരു എംപി ബിജെപിയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയെല്ലാം തന്നെ പ്രചരിച്ചിരുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു ആ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായി തന്നെ ബിജെപിയുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച വിവരമാണ് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തയെല്ലാം തന്നെ പ്രചരിച്ചിട്ടുമുണ്ടായിരുന്നത്. അതിനുശേഷമാണ് കേരളത്തിലെ അതികായനായ കോൺഗ്രസ് നേതാവായ ഉമ്മൻചാണ്ടിയുടെ മകനും ഇപ്പോഴത്തെ എംഎൽഎയുമായ ചാണ്ടി ഉമ്മൻ ബിജെപിയുടെ അഡ്വക്കേറ്റ്സ് പാനൽ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ച വാർത്തയും പുറത്തു വന്നത്. അതോടുകൂടി യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മൻ വീണ്ടും ബിജെപിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ തുടക്കമായി എന്നും പറയാം. ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരമൊരു പ്രതിസന്ധി വരാനുള്ള കാരണം മുൻപും ഇത്തരത്തിലുള്ള പല പ്രമുഖരുടെയും മക്കളെല്ലാം തന്നെ ബിജെപിയിലേക്ക് അഭയം തേടിയിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് വെട്ടിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെപ്പറ്റി ഒരു വിശദീകരണം ആവശ്യമായി വന്നിരിക്കുകയാണ്. കൃത്യമായി തന്നെ തങ്ങൾക്ക് മേൽ പതിച്ചിരിക്കുന്ന ഈ നിഴലിനെ കൃത്യമായി തന്നെ ന്യായീകരിക്കാനായിട്ട് വി.ഡി. സതീശനും ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര അഭിഭാഷക പാനലിൽ ഇടം നേടിയ പുതുപ്പള്ളി എംഎൽഎയായ ചാണ്ടി ഉമ്മനെ ന്യായീകരിച്ചുകൊണ്ടാണ് വി.ഡി. സതീശ് രംഗത്ത് വരുന്നത്. ചാണ്ടി ഉമ്മൻ നേരത്തെ അപേക്ഷ നൽകിയതാണ് എന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ വന്നിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ചാണ്ടി ഉമ്മൻ തയ്യാറാകില്ല എന്നുമാണ് സതീശന്റെ വാദം. നയപരമായ കാര്യങ്ങളൊന്നും തന്നെ അതിൽ പ്രശ്നമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഏതെങ്കിലും ഒരു RSS നേതാവിനെ കണ്ടിട്ടില്ലല്ലോ ലിസ്റ്റിൽ എന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മോദി സർക്കാർ ദേശീയപാത അതോറിറ്റി പാനലിലാണ് ചാണ്ടി ഉമ്മൻ യഥാർത്ഥത്തിൽ ഇടം നേടിയിരിക്കുന്നത്. 63 അംഗ പാനലിൽ 19ാമനായാണ് കോൺഗ്രസിന്റെ MLA ആയ ചാണ്ടി ഉമ്മൻ ഇടം നേടിയത്. ഇത് ആദ്യമായാണ് ഉന്നത കോൺഗ്രസ് നേതാവായ കേന്ദ്ര സർക്കാർ പാനലിൽ ഉൾപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. NHAI സെപ്റ്റംബർ 7-ന് റീജിയണൽ ഓഫീസുകൾക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകരെ മാത്രമാണ് BJP നേതൃത്വം ഇതുവരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ അഭിഭാഷകരായി നിയമിച്ചിരുന്നത്. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് നേതാക്കൾ ഏത് സന്ദർഭത്തിലും ബിജെപിയിലേക്ക് ചേക്കേറുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഈ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലും സംജാതമായിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ട് എന്ന് നിരന്തരമായി ബിജെപി നേതാക്കൾ പറയുന്നതും ചില സാധ്യതകളെല്ലാം തന്നെ വിളിച്ചോതുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന തരത്തിൽ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. കോൺഗ്രസിൽ നിന്ന് ഇനിയും പ്രവർത്തകരും നേതാക്കളുമെല്ലാം ബിജെപിയിലേക്ക് എത്തുമെന്നാണ് പത്മജ വേണുഗോപാൽ സൂചന നൽകുന്നത്. കൂടാതെ തന്നെ കോൺഗ്രസുകാരെല്ലാം നിരാശരാണ് എന്നും തൃശൂർ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ മോശമാണ് എന്നും പാർട്ടി ഒരിക്കലും ജയിക്കില്ല എന്ന് പ്രവർത്തകർക്ക് നന്നേ ബോധ്യമുണ്ട് എന്നും പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട്. വൈകുന്നേരമാകുമ്പോൾ ഓഫീസ് അടച്ചുപൂട്ടി പോവുകയാണ്. കോൺഗ്രസിന്റെ തോൽവികളിൽ ഒന്നും തന്നെ പരിശോധന പോലുമില്ല. പ്രവർത്തകരെ അവഗണിക്കുകയാണ്. ചില ആളുകളുടെ കയ്യിലാണ് കോൺഗ്രസിന്റെ അധികാരം മുഴുവനുമുള്ളത്. ഇങ്ങനെ നീളുകയാണ് പത്മജ വേണുഗോപാലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ നൽകുന്ന സൂചനയും ഇത് തന്നെയാണ് എന്നത് കൃത്യമാണ്. സംഘപരിവാർ ബന്ധമുള്ളവർക്ക് മാത്രം ഇടം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് MLA ആയ ചാണ്ടി ഉമ്മനും ഇടം പിടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പത്മജ വേണുഗോപാൽ മുൻപ് സൂചിപ്പിച്ച അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്ത് തന്നെയാണെങ്കിലും ചാണ്ടി ഉമ്മന്റെ ഈ നീക്കം മറ്റൊരു അനിൽ ആന്റണി കൂടി കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കേരളത്തിലെ കോൺഗ്രസിന്റെ അധികായരായ നേതാക്കളായിരുന്നു. എന്നാൽ മക്കൾക്ക് BJP പ്രസ്ഥാനത്തോടുള്ള ചായ്വ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതുവരെ രണ്ട് പ്രധാന നേതാക്കളായ K കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾ BJPയിൽ ഇടം പിടിച്ചിരുന്നു. മൂന്നാമതൊരാൾ കൂടി അത്തരമൊരു നീക്കം നടത്തിയാൽ അത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കും. ഒരർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന തമ്മിൽ തല്ലും തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണവും. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റാനുള്ള ശ്രമമുണ്ട് എങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ വിജയിക്കുന്നുണ്ട് എന്ന് പറയാനും സാധിക്കുന്നില്ല. കോൺഗ്രസിനുള്ളിൽ തന്നെ വാർത്തകളെല്ലാം ചോരുന്നതായും കോൺഗ്രസിനുള്ളിൽ തന്നെ അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ മുറുകുന്നതായും കോൺഗ്രസിനുള്ളിൽ തന്നെ BJPയുടെയും CPMന്റെയും എല്ലാം തന്നെ ചാരന്മാർ നിറഞ്ഞു നൽകുന്നതായും വാർത്തകൾ വന്നിരുന്നതാണ്. എന്നാൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മികച്ച മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെല്ലാം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ശക്തമായ മുന്നേറ്റമുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ 2019 സീറ്റ് നിലയിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ 2024 ഒരു സീറ്റ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ ആ നില ഉറപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2019 20-ൽ 19 സീറ്റ് നേടിയെങ്കിൽ 2024 വരുമ്പോൾ 20-ൽ 18 സീറ്റുകൾ നേടാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വിജയം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നുമുണ്ട്. കൂടാതെ തന്നെ ഇത്തവണ കോൺഗ്രസിന് അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നില്ല
സാധ്യമല്ല എന്നതുകൂടി ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് നേട്ടങ്ങളുടെ കാലം തന്നെയാണ്. കാരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ രാഹുൽ ഗാന്ധിക്ക് പകരമായി എത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ സഹോദരി കൂടിയായ പ്രിയങ്ക ഗാന്ധി ആണ് എന്നത് കോൺഗ്രസിന്റെ മൈലേജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതേ മൈലേജ് വെച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചേലക്കരയാണെങ്കിലും പാലക്കാടിലുമാണെങ്കിലും നേട്ടമുണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. കൂടാതെ തന്നെ പാലക്കാടും ചേലക്കരയിലും കോൺഗ്രസിന് അനുകൂല സാഹചര്യമാണ് എന്ന വിലയിരുത്തലുകളും വന്നിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഉപതെരഞ്ഞെടുപ്പിലെയും സ്ഥിതിവിശേഷം ഇങ്ങനെയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് യഥാർത്ഥത്തിൽ CPM-നാണ് എപ്പോഴും വലിയ മേൽക്കൈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കാറുള്ളത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരമെല്ലാം തന്നെ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ വികാരങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വലിയൊരു നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കണക്കുകൂട്ടലുകളുമുണ്ട്. കൂടാതെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒരു പേടി സ്വപ്നമായ തങ്ങൾക്ക് നേതൃസ്ഥാനത്ത് നിന്ന് നയിക്കാൻ ആരുമില്ല എന്ന ആകുലതയെ മാറ്റി നിർത്തിക്കൊണ്ട് KC വേണുഗോപാലിനെ ഭരണം ഏൽപ്പിക്കുകയാണെങ്കിൽ അഥവാ KC വേണുഗോപാലിനെ ചുക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കും എന്നുള്ള കാര്യവും തീർച്ച തന്നെയാണ്. കൂടാതെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കാനിരിക്കുന്ന സംഘടനാപരമായിട്ടുള്ള എല്ലാ അഴിച്ചുപണികളും കൃത്യമായി നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കേടുപാടുകളും നീക്കം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നേറാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. ഇതാണ് പുറമെ നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയാം. എന്നാൽ കോൺഗ്രസിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി ഏറെ വിഭിന്നമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കൃത്യമായി തലപ്പത്ത് നിന്ന് നയിക്കാൻ ഒരു നേതൃത്വമില്ല എന്നുള്ളതും കോൺഗ്രസിനുള്ളിൽ തന്നെ അധികാരത്തിന് വേണ്ടിയാണെങ്കിലും തമ്മിൽ തന്നെ പടലപ്പിണക്കവുമെല്ലാം തന്നെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതും യഥാർത്ഥത്തിൽ അലട്ടുന്നുണ്ട് എന്നതും കാണാൻ സാധിക്കും. ഇതിനെല്ലാം പുറമെയാണ് ചാണ്ടി ഉമ്മനും ഒരു MP BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുന്നത്. ഒരു MP BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സാഹചര്യം വന്നപ്പോൾ തന്നെ കൃത്യമായ വാർത്ത വിരൽ ചൂണ്ടിയത് ശശി തരൂരിലേക്കാണ്. ശശി തരൂരിനെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവിനെ കൂടി കോൺഗ്രസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ VD സതീശന്റെ പ്രതികരണം കാണിച്ചു തരുന്നത് കോൺഗ്രസ് ഭയപ്പെട്ടു തുടങ്ങി. ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ BJP-യിലേക്കാണ് ചേക്കാറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ BJP പാനലിലാണ് തുടരാൻ തീരുമാനിക്കുന്നതെങ്കിൽ പോലും അത്തരമൊരു നീക്കം ദോഷകരമായി ഭവിക്കുമെന്ന് തന്നെയാണ് VD സതീശൻ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ചാണ്ടി ഉമ്മൻ അത്തരമൊരു തീരുമാനം എടുക്കില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ VD സതീശന്റെ ആ മറുപടി എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനുള്ള ഉപദേശമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യം കൂടിയാണ്.